നമസ്കാരം. എല്ലാവർക്കും പുണ്യനിഷ്ഠമായ ചാത്തൻ സ്വാമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓം വിഷ്ണുമായ നമ. ശങ്കരപുത്രൻ്റെ തൃപ്പാദ പങ്കജം ശങ്കയില്ലാതെ ഭജിച്ചുവെങ്കിൽ ഏതൊരാപത്തും അണയാതെ കാക്കുമാ കാതലിൻ കാതലാം വിഷ്ണുമായ എന്ന് നമ്മൾ പറയുന്നത് വിഷ്ണുമായയുടെ ഉപാസനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും പൂജയിലൂടെയും പൂജാ സമർപ്പണങ്ങളിലൂടെയും കാര്യസാധ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചിരുന്നത് പോലെ അവർ പറഞ്ഞ അഭിപ്രായം പോലെ അവർ സ്വാമിയെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പണ്ട് മുതലേ ആരാധിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. എങ്കിലും അവരുടെ നാട്ടിലെ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ പോലും വളരെ കുറവാണ്. എങ്കിലും അവരുടേതായ മാനസികമായ വിഷമങ്ങൾ കാരണം, കുടുംബപരമായ വിഷമങ്ങൾ കാരണം അവർ എന്താ ചെയ്തത്, അങ്ങനെ ഒരു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ ഒന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അവർ പറഞ്ഞത്. മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു ഒരു കാര്യം സാധിക്കാനായിട്ട്. അന്ന് രാത്രി തന്നെ സ്വപ്നത്തിൽ അവർക്ക് അതിൻ്റെ ഒരു ദർശനം ഉണ്ടായി. ഇന്ന ദിവസത്തിനകം ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നീ എന്നിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായി എന്നെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. അതും ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന കാര്യസാധ്യ മൂർത്തിയായ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആളവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു, ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടേതായ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാവാം, വലിയ വലിയ പ്രശ്നങ്ങളാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം. അങ്ങനെ വിവിധ തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് ആ സ്വാമിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് സ്വാമിക്ക് മുന്നിൽ നമ്മൾ കർമ്മങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കർമ്മങ്ങൾ കൊടുക്കുക, സ്വാമിക്ക് പൂജ കൊടുക്കുക. ഇതെല്ലാത്തിലും ഉപരി നമ്മൾ നമുക്ക് ഒരുപാട് പൂജയും അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുമായ പല പല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ചുറ്റുപാടത്തുണ്ടാവാം. എങ്കിലും നമ്മൾ ചെയ്യുന്ന ആ കർമ്മം, നമ്മൾ ആ കർമ്മം ചെയ്യുന്നതിലൂടെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിൽ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഭഗവാനിലേക്ക് ചെന്ന് ചേരും. കാര്യം അത്രയും വാത്സല്യവും അത്രയും സ്നേഹവും, അങ്ങനെ ഏതൊരർത്ഥത്തിൽ പറഞ്ഞാലും സ്വാമിയോട് ചേർന്ന് നിൽക്കുക നമ്മളെല്ലാം. ആ ഒരു സ്വാമിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സൗന്ദര്യം വേറൊരു മൂർത്തിക്കും തന്നെ ഇല്ല എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഒന്നിനും പരിഹാരം ഇല്ലാത്തൊരു പ്രശ്നവുമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ട്. സ്വാമി അത് പരിഹാരം നമ്മൾക്ക് കാട്ടിത്തരും. അപ്പോൾ സ്വാമിയെ വിശ്വസിച്ച്, സ്വാമിയെ പ്രാർത്ഥിച്ച്, സ്വാമിയെ ഉപാസിച്ച്, സ്വാമിക്ക് കർമ്മങ്ങൾ കൊടുത്ത്, പൂജാ സമർപ്പണങ്ങൾ കൊടുത്ത്, നേതി സമർപ്പണങ്ങൾ കൊടുത്ത് അവരുടേതായ കാര്യസാധ്യത്തിനായി ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓം വിഷ്ണുവായ നമഃ.